ഇല്ല മകനെ, ഇല്ല. ഞാൻ ഇനി എന്നിൽ നിന്ന് അകലാൻ അനുവദിക്കില്ല. അമ്മേ, അകലാൻ വേണ്ടിയല്ല വിടാൻ പറയുന്നത്. ശ്വാസം മുട്ടുന്നു. അവരും ഇങ്ങനെ തന്നെ ആയിരുന്നു, അമ്മയെ പോലെ തന്നെ. അവരും ഇങ്ങനെ മുറുകെ പിടിക്കും, പിന്നെ കവളത്തും ഇങ്ങനെ തട്ടിയിരുന്നു. ഉമ്മ വയ്ക്കുന്നതും ഇങ്ങനെ തന്നെ. അത് ശരി, ഇപ്പോൾ മനസ്സിലായി. നീ നിന്റെ കാർത്തിക മാതാക്കളെ കുറിച്ചല്ലേ പറയുന്നത്? അതെ അമ്മേ, ഇടയ്ക്ക് അവരെ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. എന്നെ കണ്ടതിന് ശേഷവും അവരെ കാണണമെന്ന് ഇച്ഛിക്കുന്നുവോ? ഞാൻ എന്താ അവരെ പോലെ സ്നേഹിക്കുന്നില്ലേ? അല്ല അമ്മേ, ഇത് പറയാൻ വളരെ വിഷമമാണ്, ആരാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ എന്റെ ഇച്ഛ എന്താണെന്നോ, അമ്മ അവരെ ഇങ്ങോട്ട് വിളിക്കണം, അവരെ കാണണം. എനിക്കും അവരെ കാണാമല്ലോ. അവരെ വിളിക്കില്ലേ അമ്മേ? ഹാ, തീർച്ചയായും. അവരെന്ത് ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് നിനക്കും എനിക്കും. 10 വർഷങ്ങളോളം 6 മാതാക്കളും അത്യന്തം സ്നേഹത്തോടെ നിന്നെ വളർത്തി വലുതാക്കി. നിനക്ക് മാതാവിന്റെ സ്നേഹം നൽകി. അവരെ എനിക്കും മറക്കാനാവുകയില്ല, നിനക്കും. ഞാൻ നിന്റെ പിതാവിനോട് പറയാം, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുവാൻ. നിനക്ക് അവരോടൊത്തും അവർക്ക് നിന്നോടൊത്തും കുറച്ചു ദിവസം കഴിയാമല്ലോ. ജയ് ശിവശങ്കര, ജയ് ശിവശങ്കര. ആരാണ് അമ്മേ? ജയ് ശിവശങ്കര, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഞങ്ങൾ ശിവപുത്രൻ കുമാരൻ കാർത്തികേയന്റെ ദർശനത്തിനായി വന്നതാണ്. എന്റെ ദർശനം? എന്റെ ദർശനത്തിന് ആർക്കാണ് ആഗ്രഹം? ജയ് ശിവശങ്കര, ഭഗവാൻ, ഞങ്ങൾ കുമാരൻ കാർത്തികേയന്റെ ദർശനം അഭിലഷിച്ചു വന്നതാണ്. അമ്മേ, ഞാനെന്താ ദർശനീയനാണോ? ആരാണ് ഇവർക്ക്? എന്താണ് ആവശ്യം എന്നെ ദർശിച്ചിട്ട്? വന്നിരിക്കുന്നത് ദേവഗണങ്ങളായിരിക്കും. പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇതല്ലേ, സർവ പ്രാണികളും ദേവന്മാരുടെ ദർശനം തേടുന്നുവെന്ന്. ഇപ്പോൾ ഇതാ ദേവന്മാർ എന്നെ ദർശിക്കാൻ വന്നിരിക്കുന്നു. എന്നാൽ ശരി, ഞാൻ അവരുടെ ഇച്ഛ പൂർത്തീകരിച്ചേക്കാം. വരൂ അമ്മേ. ബ്രഹ്മദേവ, ശ്രീഹരി വിഷ്ണു, ദേവന്മാരെ, ഗുരു ബൃഹസ്പതി, എല്ലാവർക്കും കൈലാസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും ഇവിടെ കുമാരൻ കാർത്തികേയനെ ദർശിക്കാൻ വന്നതാണോ അതോ അവനെ ആശീർവദിക്കാനോ? അവൻ നിങ്ങളുടെ ആശീർവാദത്തിന് അർഹനാണ്. അതങ്ങ് ചെയ്തല്ലോ മഹേശ്വര. അങ്ങയുടെ ആശീർവാദം നേടിയതിനു ശേഷം മറ്റൊന്നും ശേഷിക്കുന്നില്ല. സത്യം പറയാമല്ലോ വിശ്വനാഥ, ഞങ്ങൾ ദേവസേനാപതിയെ ദർശിക്കാൻ വന്നതാണ്. ദേവന്മാരുടെ സേനാധിപതി? ദേവാതിദേവ, അങ്ങയുടെ ആശ്ചര്യം കണ്ട് ഞങ്ങളും ആശ്ചര്യപ്പെടുന്നു. അങ്ങ് പറയുന്നത് കേട്ടാൽ തോന്നും സമയത്തിന്റെ സത്യം അറിയുകയില്ല എന്ന്. സമയത്തിന്റെ സത്യം? അതെ വിശ്വനാഥ, താരകാസുരന്റെ വധം ശിവപുത്രന്റെ കരങ്ങളാൽ തന്നെയാകും. താരകാസുരന്റെ ഉദ്ദണ്ഡത സർവ്വസീമകളെയും ലംഘിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുമാരൻ കാർത്തികേയൻ, അതായത് ശിവപുത്രനും അവതരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനാൽ താരകാസുരന്റെ അന്ത്യവും അടുത്തു കഴിഞ്ഞു. അതെ, അവൻ ബ്രഹ്മദേവൻ നൽകിയ വരം ദുരുപയോഗപ്പെടുത്തി ആ വരദാനത്തിന്റെയും സ്വന്തം തപസ്സിന്റെയും പ്രഭാവം സ്വയം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അവന്റെ അന്ത്യം സുനിശ്ചിതമാണ്. ഒരപേക്ഷയുമായാണ് ദേവന്മാർ നമ്മുടെ അടുത്ത് വന്നത്. അങ്ങ് കുമാരൻ കാർത്തികേയനെ ദേവസൈന്യത്തിന്റെ സേനാധിപതിയായി വാഴ്ത്തുവാൻ അനുമതി നൽകണം. അങ്ങനെ കുമാരന്റെ കൈകൊണ്ട് താരകാസുരൻ വധിക്കപ്പെടും. ദേവി പാർവതി, അവിടുന്ന് ദേവന്മാർ വന്നതിൽ പ്രസന്നയല്ലേ? എങ്ങനെ പ്രസന്നയാകും? എന്നിൽ നിന്ന് എന്റെ പുത്രനെ വേർപെടുത്താനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇല്ല ദേവി പാർവതി, അത് വെറും ഭ്രമമാണ്. ഭ്രമം? എന്തു ഭ്രമം? ഞാൻ ഇപ്പോൾ തന്നെ കേട്ടതല്ലേ. അങ്ങ് പറഞ്ഞു കുമാരൻ കാർത്തികേയനെ ദേവസൈന്യത്തിന്റെ സേനാപതിയാക്കി താരകാസുരനെ വധിക്കുവാനായി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്. ദേവി, ഞാനിത് ഇപ്പോൾ പറഞ്ഞതും അവിടുന്ന് കേട്ടതും എന്റെയോ ദേവന്മാരുടെയോ നിശ്ചയമല്ല, വിധിയുടെ നിശ്ചയമാണ്. ഭാവി അതാണ്. കുമാരൻ കാർത്തികേയന്റെ ജനനത്തിന് മുൻപേ നിശ്ചയിക്കപ്പെട്ടതാണ്. താരകാസുരന്റെ വധം കുമാരന്റെ കരങ്ങളാലായിരിക്കുമെന്ന്. ഈ സത്യം ഇങ്ങനെയും പറയാം ദേവി. കുമാരൻ കാർത്തികേയന്റെ ജന്മം താരകാസുരൻ സംഹരിക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങ് ദേവശ്രേഷ്ഠനായിട്ടും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എവിടെ ഈ ബാലൻ?
എവിടെയാ മഹായോദ്ധാവ്? ഈ കോമളകുമാരനും ഭയങ്കരനായ താരകാസുരന്റെ ശക്തിയും തമ്മിലുള്ള അന്തരം അങ്ങയ്ക്ക് മനസ്സിലാകുന്നില്ലെന്നോ? ദേവി, അന്തരം അവിടുന്ന് മനസ്സിലാക്കണം. എവിടെ അത്യാചാരി, അധർമ്മി, പാപി, ന്യായത്തിന്റെയും നീതിയുടെയും ശത്രു താരകാസുരൻ? എവിടെ ദേവാദിദേവൻ, പരംദേവൻ, സത്യം, ശിവം, സുന്ദരം, ശിവപുത്രൻ, കുമാര കാർത്തികേയൻ? വയസ്സിന്റെയും രൂപത്തിന്റെയും അന്തരം നോക്കരുത് ദേവി. സത്യം, അസത്യം, ധർമ്മം, അധർമ്മം, പാപപുണ്യം ഇവയുടെ അന്തരം കാണണം. ജഗത്മാത പാർവതിയുടെയും ജഗത് പിതാ ശിവന്റെയും പുത്രന്റെ മുന്നിൽ ആ ദുരാചാരിക്ക് നിലനിൽപ്പുണ്ടോ? ഒരിക്കലുമില്ല ദേവി, ഒരിക്കലുമില്ല. ഈ പറഞ്ഞതെല്ലാം അവിടുത്തെ സന്തോഷത്തിനു വേണ്ടിയാകും. പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ എന്റെ പുത്രന് യുദ്ധത്തിന് പോകാൻ അനുവാദം ഒരിക്കലും നൽകില്ല. ധൈര്യമായിരിക്കൂ ദേവി. നമുക്ക് ശ്രീഹരി വിഷ്ണുവിന്റെ അഭ്യർത്ഥനയെക്കുറിച്ച് ആലോചിച്ചേ മതിയാകൂ. അതെ ദേവി, അല്ലെങ്കിൽ താരകാസുരൻ അധികം ശക്തിമാനായി ദേവഗണങ്ങളെ ദുർബലരാക്കുന്ന പ്രവൃത്തി ഉപേക്ഷിക്കില്ല. അവനിപ്പോൾ ആക്രമിക്കുവാനായി ഒരുങ്ങിയിരിക്കുകയാണ്. സമയവും സന്ദർഭവും നോക്കി അവനെ അടക്കിയില്ലെങ്കിൽ ഭാവിയിൽ അവൻ കൂടുതൽ വിനാശകാരിയാകും. അവൻ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അവന്റെ വധം ശിവപുത്രന് മാത്രമേ ചെയ്യാനാകൂ എന്ന്. അവനിനി ഈ സൂചന കൂടി ലഭിച്ചാൽ കുമാരൻ കാർത്തികേയന്റെ മാതാവ് പുത്രൻ അതിനുള്ള അനുമതി നൽകുന്നില്ലെന്ന് വന്നാൽ അവൻ വീണ്ടും നിർഭയനായി അധികം അത്യാചാരം ചെയ്യും. സത്യജ്ഞാനം, സൂചന ലഭിക്കുക, താരകാസുരന്റെ നിർഭയത്വം, ഇവയെല്ലാം അനുസ്മരിപ്പിച്ച് നിങ്ങൾക്ക് എന്റെ പുത്രനോടുള്ള വാത്സല്യം കുറയ്ക്കുവാനാകില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, കാർത്തികേയൻ താരകാസുരനോട് യുദ്ധത്തിന് പോവുകയില്ല എന്ന്. അവൻ എന്റെ പുത്രനാണ്, വെറും ഒരു ബാലൻ. ഇവ ഒഴിച്ച് മറ്റൊരു സത്യവും എനിക്കറിയുകയില്ല, അറിയണമെന്ന ആഗ്രഹവുമില്ല. ദേവി പാർവതി, പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ വർഷങ്ങളായി ശിവപുത്രനെ പ്രതീക്ഷിച്ചിരുന്നു. വിവാഹത്തിന് ശേഷവും കൈലാസ സാനുവിൽ ഭഗവാൻ ശിവശങ്കരനും. അതെ ദേവി, ഇത് സത്യമാണ്. ദേവന്മാർ വർഷങ്ങളായി പ്രതീക്ഷിച്ചിരുന്നു ശിവപുത്രന്റെ ജനനത്തിന് ശേഷം താരകാസുരന്റെ അന്ത്യം ഉറപ്പാണെന്ന്. എന്താവശ്യമായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ? പിന്നെ ഇതും ആവശ്യമാണോ? താരകാസുരന്റെ സംഹാരം ഈ പിഞ്ചു ബാലന്റെ കൈകൾ കൊണ്ട് വേണമെന്ന്? താങ്കളുണ്ട്, ബ്രഹ്മദേവനുണ്ട്, ദേവരാജനുണ്ട്, ശിവശങ്കരനും മറ്റനേകം ശക്തിശാലികളായ ദേവന്മാരുമുണ്ട്. ഒരു നിമിഷം കൊണ്ട്, ഒരു പ്രഹരം കൊണ്ട് താരകാസുരനെ സംഹരിക്കാൻ കഴിവുള്ളവർ. പിന്നെ കുമാരൻ കാർത്തികേയൻ വേണമെന്ന ഈ ശാഠ്യം എന്തിന്? അതിനും കാരണമുണ്ട് ദേവി പാർവതി. ഞാനും കേൾക്കട്ടെ, എന്താണ് കാരണം? ബ്രഹ്മദേവൻ താരകാസുരന് സർവശക്തിമാനാകാൻ വരം നൽകിയിരുന്നു. സർവശക്തിമാനാകാൻ വരദാനം നൽകിയെന്നോ? ആ രാക്ഷസന്, ആ താരകാസുരന്? ന്യായം, നീതി, ധർമ്മം, കർമ്മം, ചാരിത്രം, ശാലിനത ഇവയൊന്നും അറിയാത്തവൻ. അവന്റെ ജീവിതോദ്ദേശ്യം സ്വർഗത്തിലെ സിംഹാസനത്തിലിരുന്ന് വിലാസം, വിനോദം, പിന്നെ അധികാര ദുരുപയോഗം ഇവ മാത്രമാണ്. അവൻ ലോക നന്മ എന്ന വിഷയത്തിൽ പ്രവർത്തിക്കുക പോട്ടെ, ചിന്തിക്കുവാൻ കൂടി ക്ഷമയും ശക്തിയും ഇല്ലാത്തവനാണ്. അവന് സർവശക്തിമാനാകാൻ വരദാനം നൽകിയെന്നോ? നിങ്ങൾ ത്രിമൂർത്തികൾ ചെയ്യുന്നതെന്താണ്? ദുഷ്പാത്രത്തിന് വരമെന്തിനു നൽകുന്നു? അതിന് യോഗ്യനല്ലെന്ന് അറിഞ്ഞിട്ടുകൂടി പിന്നെ ദുഷ്പരിണാമം മുന്നിൽ വരുമ്പോൾ അങ്ങുമിങ്ങും ഓടി നടക്കുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ തന്നെ കുമാരൻ എന്തിന് അത് തിരുത്തണം? അവൻ ഈ തെറ്റിന്റെ വിഷയത്തിൽ യാതൊന്നും അറിയില്ല. ദേവി, ദേവരാജൻ പറഞ്ഞു വന്ന കാരണം അത് പൂർണ്ണമായില്ല. അതായത് ഇനിയും കാരണം ശേഷിക്കുന്നു. പറഞ്ഞാലും ദേവരാജ, ഇനിയും എന്തു കാരണമാണ്? അതുമൂലം താങ്കൾ ദേവന്മാർക്ക് ഇങ്ങനെ അപേക്ഷിക്കേണ്ടതിനായി ഇവിടെ വരുവാൻ, അതെന്റെ മാതൃത്വത്തിന് പരീക്ഷയായി മാറുവാൻ? ഇല്ല ദേവി പാർവതി, നാം അവിടുത്തെ പരീക്ഷിക്കാൻ തയ്യാറാകും എന്നോ? ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയായിരുന്നു. ബ്രഹ്മദേവൻ താരകാസുരന് സർവശക്തനാകാനുള്ള വരം തീർച്ചയായും നൽകിയിരുന്നു. പക്ഷെ അവന്റെ പ്രഭാവത്തിന് ഒരു വിരാമവും കൽപ്പിച്ചിരുന്നു.